യെസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താന്ന് വെച്ചാല് ഞങ്ങൾ എല്ലാരും ബ്ലാക്ക് ഇട്ടിട്ട് ഉമ്മച്ചി മാത്രം റോസ് ഇട്ട് നിൽക്കുന്നുണ്ട്. തിളങ്ങിയോ ഉമ്മച്ചിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉമ്മച്ചിന്റെ മൂക്കുത്താൻ പോവാണ്. കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ കാത് കുത്താൻ കൊണ്ടുപോയപോലെ ഞാൻ തിരിച്ച് മൂക്കുത്താൻ കൊണ്ടുപോകാൻ. ഇത് ലിച്ചുവിന്റെ ഗിഫ്റ്റ് ആട്ടോ. ഇത് ലിച്ചു ഉമ്മച്ചിക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ്. ചെറിയ മോള് വാങ്ങിക്കൊടുത്തത്. അതെ, അതായത് എന്റെ അനിയത്തി ഉമ്മച്ചിക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ആണ്. അത് മാളൂസ് എന്താ വെച്ചാല്, അത് മാളൂസ് ഒരു പ്രോഗ്രാമിന് പോയപ്പോ അവൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതിൽ, അവള് ഗെയിം കളിച്ചിട്ട് ഗിഫ്റ്റ് കിട്ടിയതില് ഒരു നല്ലൊരു ബോട്ടിലായിരുന്നു. ആ അച്ചാറും കുപ്പി കൊറേ അതുപോലത്തെ വേറെ വേറെ കളേഴ്സിൽ വാങ്ങിയിട്ടുള്ളത്. അതിൽ അച്ചാർ ഇട്ടിട്ട് പണി തുടങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ചാർ കമ്പനി കണ്ടില്ലേ, പുതിയ ഷൂസ് ഒക്കെ ഇട്ടിട്ട് മെസ്സി എന്തൊന്നും ഇണ്ടാത്തേ. മെസ്സിക്ക് വീഡിയോയിൽ നിൽക്കാനെല്ലാം മടിയാണ്. അപ്പം നമ്മൾ മൂക്കുത്താൻ വേണ്ടിയിട്ട് പാറുവിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇവിടെ കൊച്ചിയിൽ അവർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ പുതിയതായിട്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്ന വഴിയിലൊക്കെ പാറുവിൻ്റെ പോസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ പോയ സമയത്ത് കാണിച്ചിരുന്നു. അപ്പം ഇന്ന് ചുമ്മാ നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിയതുകൊണ്ട് ഒന്നുകൂടെ കാണിച്ചതാണ്. അപ്പോൾ ആ കടയിലേക്ക് പോകുന്ന വഴിയിലൊക്കെ പാറുവിൻ്റെ ഷോപ്പിൻ്റെ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഉമ്മച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ മൂക്കുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ധൈര്യമൊക്കെ കൊടുത്ത് കൊണ്ടുതന്നെയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്താൻ. ഞങ്ങളങ്ങനെ പാറുവിൻ്റെ കടയിൽ എത്തിയിരിക്കുകയാണ്. ടെൻഷനിലൊന്നും കിട്ടുന്നില്ല. വീഡിയോയിൽ കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂക്ക് കുത്താനുള്ള ഒരുക്കത്തിലായിരുന്നു. പിന്നെ മൂക്കുത്തി സെലക്ട് ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷെ കുറേ കളക്ഷൻസ് ഉള്ളതുകൊണ്ട് കുറേ കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഏതാ എടുക്കാന്നുള്ളത്. ഡയമണ്ടിൻ്റെ മൂക്കുത്തിയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഡയമണ്ടിൻ്റെ തന്നെ 4000 മുതൽ തുടങ്ങുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അവസാനം ഈ ഒരു മൂക്കുത്തിയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാളൂട്ടി കടയിൽ ചെന്ന് ബോറടിച്ചപ്പോൾ അവിടുത്തെ കാൽക്കുലേറ്റർ എടുത്തിട്ട് കണക്ക് കൂട്ടാനൊക്കെ പഠിച്ച് അവിടെ ഉള്ളവർക്കും പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. 1 plus 1 equal done to guys equal എത്രയാ കണ്ടോ 2. ഇനി എങ്ങനെ അറിയോ ഇത് കളയോ? വേറെ നമ്പർ അടിക്കണമെങ്കിൽ ഇതാ നമുക്ക് ഈ പിങ്ക് 2 കളർ ആണെന്നില്ലേ അതിലേക്ക് ഇങ്ങനെ ഞെക്കി കൊടുക്കുക. കണ്ടില്ലേ എല്ലാരും. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ജ്വല്ലറീസ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി. വെഡ്ഡിങ് സെറ്റായിരുന്നു കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഞാനതൊക്കെ നോക്കി. പിന്നെ എനിക്കൊരു മാല ഭയങ്കര ഇഷ്ടമായി, ഒരു ഡയമണ്ടിൻ്റെ. അപ്പം അതിട്ട് നോക്കിട്ടോ ജസ്റ്റ്. നല്ല രസമുണ്ട്. അവിടെ വെച്ചോ, എടുക്കാം. നല്ല ഭംഗിയില്ല. ഇത് 2 ലക്ഷം, പക്ഷെ 23,000 മാല സ്റ്റാർട്ട് ഇതൊക്കെ ഉണ്ട്. 23,000 2 ലക്ഷത്തിൻ്റെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായി ഇങ്ങനെ ബ്ലാക്ക് ചുരിദാറിൻ്റെ കൂടെ ഇട്ടിട്ട്. ഞാൻ നെക്ലേസ് വേണമായിരുന്നു. ആ നെക്ലേസിന് എത്ര രൂപ? 6 ലക്ഷം. 6 ലക്ഷം ഒന്നും തരാൻ പറ്റില്ല. 1 ലക്ഷത്തിന് തരുമോ? എന്താ ചേച്ചി 900 രൂപ? 900. വെരി ഗുഡ്. 25,000 ആണ്. ഇതിന്റെ പ്രൈസ് ആരൊക്കെയോ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയില്. ഇതിന് 62,900. അങ്ങനെ ഞങ്ങൾ പിന്നെ മൂക്ക് കുത്താൻ പോയി. മൂക്ക് കുത്തിയപ്പോൾ വേദന ഉണ്ടായിരുന്ന കുത്തുന്ന സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഒരു 1 വീക്ക് നമ്മൾ ഇത് അനക്കാതെ വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കാഷ്വലി നമുക്ക് ദൂരാനും ഇടാനൊക്കെ പറ്റുള്ളൂ. നല്ല വേദനയായിരുന്നു. പക്ഷെ രസല്ലേ മാളു? അങ്ങനെ ഡയമണ്ട് വാങ്ങിച്ചതുകൊണ്ട് മലേഷ്യയിലേക്കുള്ള കൂപ്പണൊക്കെ പൂരിപ്പിക്കാൻ വേണ്ടി തന്നത്. എന്നിട്ട് അതൊക്കെ പേര് എഴുതിയിടുമായിരുന്നു കേട്ടോ. ഉമ്മച്ചിന്റെ മാളൂസിന്റെ പേര് എഴുതണം. ആ കിട്ടിയിട്ട് ഞങ്ങൾ മാളൂസിന് കിട്ടിയ ഞാനും മുക്കാക്കി പോയിട്ട് വരും.
ഈ കൂപ്പൺ നമുക്ക് ഡയമണ്ട് വാങ്ങിക്കുമ്പോഴാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മൾ പേരൊക്കെ ഫില്ല് ചെയ്ത് ഇടുക. എന്നിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് മലേഷ്യയിൽ പോയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റും. 4 ഡേയ്സും 3 നൈറ്റ്സും ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് 5 കപ്പിൾസിനെയും അടൂരിൽ നിന്ന് 5 കപ്പിൾസിനെയാണ് ഇവർ സെലക്ട് ചെയ്യുക. ഇതൊക്കെ എന്റെ കയ്യിലിപ്പം ഈ 2 എണ്ണത്തിൽ കൈയിട്ട് മടക്കി വെച്ചു. അല്ലാണ്ട് ഇവിടെ ഞാൻ ഇവിടെ ആവാം റബ്ബർ ബാൻഡ്. സൂപ്പർ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ പതുക്കെ അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി. കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ പുട്ടാണ് കേട്ടോ കഴിച്ചത്. പുട്ട് കഴിക്കുന്ന സമയത്ത് മാളൂട്ടി അത് കേക്ക് പോലെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഉമ്മീൻ്റെ ബർത്ത്ഡേ അല്ലേ, എന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് പോലെ കട്ട് ചെയ്തൊക്കെ കൊടുക്കണ്ടായിരുന്നു. ചൂടായതുകൊണ്ട് കേട്ടോ അത്രയും കുറച്ചൊക്കെ എടുത്ത് കഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും പറയാൻ പറ്റില്ല. ചുമ്മാ നമ്മൾ ബർത്ത്ഡേ ആയപ്പോൾ ഒന്ന് പുറത്ത് പോകാം എന്നുള്ള രീതിയിൽ പോയതാണ്. ഭയങ്കര ഗ്രാൻഡായിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഇനി നമ്മളെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ FBയിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്തിടുക. അപ്പം ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്.